Hi all, welcome back to the class. Commercial Tax Officer 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഇതോടെ നമ്മൾ 2015 ചോദിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പാർട്ടിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആവും. ഈ ഒരു സീരീസിൽ ഓൾറെഡി 4 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Mr. Gomes purchased a bond at a price far below its face value that makes no interest payments and will be redeemed at its face value at maturity. In all likelihood, he purchased a dash bond. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ഗോംസ് ഒരു ബോണ്ട് പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ എത്രയോ കുറവ് എമൗണ്ടിലാണ് അദ്ദേഹം അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് മേക്സ് നോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, അതിന് റെഗുലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ഒന്നും ലഭിക്കുന്നില്ല. ആൻഡ് വിൽ ബി റെഡീംഡ് അറ്റ് ഇറ്റ്സ് ഫേസ് വാല്യൂ അറ്റ് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂവിലാണ് അത് റെഡീം ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പർച്ചേസ് ചെയ്തിരുന്ന ബോണ്ട് ഏത് ബോണ്ടാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിബഞ്ചർ, ഓപ്ഷൻ ബി കൺവേർട്ടിബിൾ, ഓപ്ഷൻ സി ഇൻഡെഞ്ചർ ആൻഡ് ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ ബോണ്ട്സ് ആണ്. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട്സ് ആണ് പോസിറ്റീവ് ടൈം വാല്യൂ ഓഫ് മണീനെ അസ്യൂം ചെയ്തുകൊണ്ട് വളരെ കുറവ്, ഫേസ് വാല്യൂവിനേക്കാൾ വളരെ കുറവ് എമൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന് റെഗുലർ ആയിട്ടുള്ള കൂപ്പൺ പേയ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, മീൻസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോണ്ടിൻ്റെ പേര് സീറോ കൂപ്പൺ ബോണ്ട് എന്നാവുന്നത്, മീൻസ് കൂപ്പൺ റേറ്റ് സീറോ ആയിട്ടുള്ള ബോണ്ട്സ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി സീറോ കൂപ്പൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: if interest rates in overall economy decrease, the market value of a corporate bond with a fixed interest rate will: Option A, either increase or decrease. Option B, the value of the bond will increase. Option C, the value of the bond will decrease. Option D, the value of the bond will not change. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്: എക്കണോമിയിൽ ഓവറോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കോർപ്പറേറ്റ് ബോണ്ടിന് എന്താണ് സംഭവിക്കുക? കോർപ്പറേറ്റ് ബോണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് എന്ത് സംഭവിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഓൾറെഡി കോർപ്പറേറ്റ് ബോണ്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ബോണ്ട് അവൈലബിൾ ആണെങ്കിൽ അതിന് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂപ്പൺ റേറ്റ് ഉണ്ടാവും, മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും. അത് 10% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ 8% ആയി. ഇപ്പം 10,000ൻ്റെ ഒരു ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും? 8% ആയിരിക്കും. അപ്പം 10,000 റുപ്പീസിന് ഓൾറെഡി ഉള്ള ബോണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? 10% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ബോണ്ടിന് പ്രൈസ് കൂടും, കാരണം ഇൻവെസ്റ്റേഴ്സ് അത് കൂടുതൽ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആവും. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്: ഓപ്ഷൻ ബി, ദ വാല്യൂ ഓഫ് ദ ബോണ്ട് വിൽ ഇൻക്രീസ്. ബോണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ഫൗണ്ട് ഇൻ ക്യാഷ് ബഡ്ജറ്റ്? ക്യാഷ് ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്ന ഐറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഓപ്ഷൻ ബി ഡിപ്രീസിയേഷൻ. ഓപ്ഷൻ സി അക്രൂഡ് എക്സ്പെൻഡിച്ചർ. ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ക്യാഷ് ബഡ്ജറ്റിൽ എന്തൊക്കെ എഴുതുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിന്ന് ക്യാഷ് റെസീപ്റ്റ് ഓർ പേയ്മെൻറ്റ് അല്ലാത്ത എല്ലാ ഐറ്റംസും നമുക്ക് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ക്യാഷ് റെസീപ്റ്റോ പേയ്മെൻറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആൻസർ ആയിട്ട് പരിഗണിക്കുകയും ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഒരിക്കലും ക്യാഷ് റെസീപ്റ്റോ ക്യാഷ് പേയ്മെൻറ്റോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നില്ല. ബി ഡിപ്രീസിയേഷൻ, സെയിം എഫക്റ്റ് ആണ് ഡിപ്രീസിയേഷനും ക്യാഷ് റെസീപ്റ്റ് ഓർ ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല. സി അക്രൂഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ആക്ച്വൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പം ആൻസർ ഇതാണ് ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പം ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഫോൾസ് ഇൻ കണക്ഷൻ വിത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ sunk costs are ignored. B opportunity costs are excluded.
ഓപ്ഷൻ സി ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് ആർ കൺസിഡേർഡ്. ഓപ്ഷൻ ഡി ഇർറിവേഴ്സിബിൾ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൽ ഫാൾസ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. ഒരിക്കലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സങ്ക് കോസ്റ്റ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇർറിവേഴ്സിബിൾ നാച്ചുറൽ ഡിസിഷൻ മേക്കിങ്ങും ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ഇംപ്രൂവ്ഡ് ബൈ. എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക? ഓപ്ഷൻ എ ഇൻക്രീസിങ് ടേൺ ഓവർ. ഓപ്ഷൻ ബി റെഡ്യൂസിങ് എക്സ്പെൻസസ്. ഓപ്ഷൻ സി ഇൻക്രീസിങ് ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ അറിയാം, ടേൺ ഓവർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് റിട്ടേൺ ഇൻക്രീസ് ചെയ്യാം. എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്താലും റിട്ടേൺ ഇൻക്രീസ് ആവും. ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്താലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എ ഫേം ആർ ഇൻട്രസ്റ്റഡ് ഇൻ. സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും, ഫേമിൻ്റെ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏത് പൊസിഷനിലാണ്? ഓപ്ഷൻ എ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ഓപ്ഷൻ ബി ലിക്വിഡിറ്റി പൊസിഷൻ. ഓപ്ഷൻ സി മാർക്കറ്റ് ഷെയർ പൊസിഷൻ. ഓപ്ഷൻ ഡി ഡെപ്റ്റ് പൊസിഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലിക്വിഡിറ്റി പൊസിഷനിലാണ്. കാരണം സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിനെ സംബന്ധിച്ച് ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. അപ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റി പേ ചെയ്യണമെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ സപ്ലയേഴ്സും ക്രെഡിറ്റേഴ്സും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ ലിക്വിഡിറ്റി പൊസിഷനിലാണ്. ആൻസർ ഓപ്ഷൻ ബി, ലിക്വിഡിറ്റി പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ്. ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഡിഡക്റ്റബിൾ. ഓപ്ഷൻ ബി ഇറ്റ് റെഡ്യൂസസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി ഡസ് നോട്ട് ഡയലൂട്ട് ഓണേഴ്സ് കൺട്രോൾ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഡെപ്റ്റ് ഫിനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുതന്നെ ഓണേഴ്സിൻ്റെ കൺട്രോൾ ഡയലൂട്ട് ആവുന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റഡിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഹെൽപ്പിൽ സ്റ്റഡി ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫിനാൻസിങ് റിസ്ക്. ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഓപ്ഷൻ സി ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓപ്ഷൻ ഡി മാർക്കറ്റ് റിസ്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിനാൻസിങ് റിസ്ക് ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫിനാൻസിങ് റിസ്ക്. ഫിനാൻസിങ് റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ അഡീഷണൽ റിസ്ക് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് വഴി അഡീഷണൽ ആയിട്ട് വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്കിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ അസംഷൻ മെയ്ഡ് ബൈ മോഡി, ഗില്യാനി ആൻഡ് മില്ലർ? ഓപ്ഷൻ എ നോ ടാക്സസ്. ഓപ്ഷൻ ബി there is imperfect information. Option C firm can be classified into distinct risk class. Option D possible to borrow and lend at risk free rate. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തിയറിയുടെ അസംഷൻ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, there is imperfect information. ഒരിക്കലും തിയറി പറയുന്നില്ല there is imperfect information എന്ന്. തിയറിയുടെ ഒരു അസംഷൻ ആണ് there is perfect capital market. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗോർഡൻസ് ബേർഡ് ഇൻ ഹാൻഡ് ഫാലസി? ഗോർഡൻ്റെ ഡിവിഡൻഡ് പോളിസി തിയറിയാണ്. അതിൽ ബേർഡ് ഇൻ ഹാൻഡ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ലോവർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. ഓപ്ഷൻ ബി ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. Option C investors prefer later resolution of uncertainty and apply a higher discount rate to later dividends. Option D investors prefer later resolution
of uncertainty and apply a lower discount rate to later dividend. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്. ഓപ്ഷൻ ബി, ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. മീൻസ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കറണ്ട് ഡിവിഡൻറ്റിനെയാണ് റാദർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കറണ്ട് ഡിവിഡൻറ്റ് തന്നെയാണ് എന്നാണ് ഗോതൻ്റെ ഡിവിഡൻറ്റ് തിയറിയിൽ പറയുന്നത്. ഗോതൻ്റെ ഡിവിഡൻറ്റ് തിയറിയെ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മോർ പ്രെഡിക്റ്റബിൾ ആണ്, ക്യാപിറ്റൽ ഗെയിനേക്കാൾ പ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കറണ്ട് ഡിവിഡൻറ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് സെയിം കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഏർലി റെസൊല്യൂഷൻ ഓഫ് അൺസർട്ടൈനിറ്റി. ഇൻവെസ്റ്റേഴ്സിന് പെട്ടെന്നുള്ള റെസൊല്യൂഷനാണ്. അൺസർട്ടൈനിറ്റി, ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, അവർക്ക് അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്നുള്ള റെസൊല്യൂഷനാണ് ആവശ്യം. ആൻഡ് അപ്ലൈ എ ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ടു ലേറ്റർ ഡിവിഡൻസ്. അപ്പോൾ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ പിന്നീട് ലഭിക്കുന്ന, ലേറ്റർ ആയിട്ട് ലഭിക്കുന്ന ഡിവിഡൻസിന് അവർ ഹയർ റേറ്റിൽ ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇൻ കോർപ്പറേറ്റ് ഫിനാൻസ്? കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഓപ്ഷൻ ബി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ഓപ്ഷൻ സി, ബിസിനസ് സൈക്കിൾ. ഓപ്ഷൻ ഡി, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ബാക്കി എല്ലാ കോൺസെപ്റ്റ്സും കോർപ്പറേറ്റ് ഫിനാൻസിൻ്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a high risk high yield bond rated below investment grade is? Option A, junk bond. Option B, unsecured bond. Option C, non-investable bond. Option D, none of these. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് റേറ്റിങ്ങിനേക്കാൾ കുറവ് റേറ്റിംഗ് ഉള്ള ഹൈ റിസ്ക് ഹൈ ഈൽഡ് ബോണ്ടുകളെ എന്താണ് പറയുന്നത്? മീൻസ് ഇവിടെ ബോണ്ടിന് ഹൈ റിസ്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈ ഈൽഡ് പറയും, പക്ഷെ ഡീഫോൾട്ടിനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരം ബോണ്ടുകളെ വിളിക്കുന്നതാണ് ഓപ്ഷൻ എ, ജങ്ക് ബോണ്ട്. അപ്പോൾ ജങ്ക് ബോണ്ടിന് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിനേക്കാൾ റിസ്ക് കൂടുതലായിരിക്കും. മീൻസ് ഡീഫോൾട്ട് റിസ്ക് കൂടുതലായിരിക്കും. അതിൻ്റെ എമൗണ്ട് ക്യാഷ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് ഇഷ്യൂ ചെയ്യുന്നത് വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഫിറ്റ് അല്ലാത്ത ഓർഗനൈസേഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഷോർട്ട് ടേം ലീസ് വേർ ദ ലീസിംഗ് കമ്പനി വിൽ ടേക്ക് ദ അസറ്റ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ഈസ്? ലീസിംഗ് കമ്പനി അസറ്റ് തിരിച്ച് ലീസിംഗ് പീരീഡ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ടൈപ്പ് ലീസിലാണ്, ഏത് ഷോർട്ട് ടേം ലീസിലാണ്? ഓപ്ഷൻസ് എ, ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്ഷൻ ബി, ഫിനാൻസ് ലീസ്. ഓപ്ഷൻ സി, സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഓപ്ഷൻ ഡി, ലിവറേജ്ഡ് ലീസ്. അപ്പോൾ ലീസിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം പറയാം. ഷോർട്ട് ടേമിലേക്ക് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ടൈപ്പ് ലീസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസാണ്. ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈമിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലീസിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അസറ്റ് ഓണർക്ക് തിരിച്ചു നൽകേണ്ടതുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേറ്റിംഗ് ലീസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ കോർപ്പറേഷൻ ഈസ് കോൾഡ്? കോർപ്പറേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേമിലേക്കുള്ള അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ പേപ്പർ. ഓപ്ഷൻ ബി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഓപ്ഷൻ സി, ബോണ്ട്സ്. ഓപ്ഷൻ ഡി, സ്വാപ്സ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് ഷോർട്ട് ടേമിലേക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് 2015 NCA വിജ്ഞാപനത്തിൽ വന്ന കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസറുടെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എൻട്രി ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.